ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ള കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എല്ലാ തവണയും ഞാൻ വീട്ടിലിരിക്കുന്നതും അതുപോലെ തന്നെ കറങ്ങാൻ പോകുന്നതൊക്കെ ആയിരിക്കും ഡേ ഇൻ മൈ ലൈഫിലായിട്ട് ഇടുന്നത്. ഇന്നപ്പോൾ നമുക്ക് 2 വർക്ക് വരുന്നുണ്ട്, ബ്രൈഡൽ വർക്ക്. അപ്പോൾ അതിന് പോകുന്നത് കാണിക്കാമെന്ന് കരുതി. ഇന്നപ്പോൾ നമ്മൾ വീട്ടിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫല്ല, ഇന്ന് ഫുൾ പുറത്തായിട്ട് അതുപോലെ തന്നെ ബ്രൈഡ്സിൻ്റെ വീട്ടിലും കാറിലും ഒക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ ഒരു ഡേ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 3:45 ആയിപ്പോൾ എണീറ്റു, ഫ്രഷായി, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റെഡി ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല പാടാണ് ഈ 3:45 എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇതുപോലെ ട്രാവൽ ചെയ്ത് പോകാന്നുള്ളത്. പക്ഷേ ഞാനായിരിക്കും വീട്ടിൽ ഫസ്റ്റ് എണീക്കുന്നത്, എന്നിട്ടായിരിക്കും ഉമ്മച്ചിയും വാപ്പിയൊക്കെ ഞാൻ വിളിച്ചുണർത്തുന്നതൊക്കെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ വർക്കിനൊക്കെ പോകാനായിട്ട്. അപ്പോൾ കൂടെ കട്ടിക്ക് ഓണായിട്ട് നിൽക്കുന്ന 2 പേരെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. എൻ്റെ എഫേർട്ട് കൂടാതെ ഉമ്മച്ചിയുടെയും വാപ്പിയുടെ ആ ഒരു എഫേർട്ടും കൂടെ ഉണ്ട് എൻ്റെ ഈ ഒരു വർക്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 4:50 ആയപ്പോൾ, അതായത് ഒരു മണിക്കൂർ എടുത്തു നമ്മളൊന്ന് ഫ്രഷായി. മീൻസ് നമുക്ക് നേരത്തെ എണ്ണീറ്റ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അതാകുമ്പോൾ നേരത്തെ ബ്രൈഡ്സിൻ്റെ വീട്ടിലെത്തി. നമുക്കിന്ന് 2 വർക്ക് ഉണ്ടല്ലോ, ഒന്ന് ട്രിവാൻഡ്രവും ഒന്ന് കൊല്ലവുമാണ് പോകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നേരത്തെ റെഡിയാക്കി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ ട്രാവൽ ചെയ്തപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു. ഇപ്പോഴാണെങ്കിൽ രാവിലെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര മഞ്ഞാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പയ്യൊക്കെ ആയിട്ടായിരിക്കും പോകുന്നതും. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. ഇതിപ്പോൾ എൻഗേജ്മെൻറ്റ് മേക്ക് ഓവർ ലുക്കാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ 1 വീക്ക് മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ പ്രിപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലെൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രൈഡിന് അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു, ലെൻസ് വെച്ചാൽ എങ്ങനെയായിരിക്കും, ഓക്കെ ആണോ, ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ. ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ ആദ്യമായിട്ട് വെക്കുന്നതിൻ്റെ ആ ഒരു കണ്ണിൽ എപ്പോഴും നമുക്കൊരു ഇറിറ്റേഷൻ, അതുപോലെ തന്നെ കണ്ണിൽ കരണ്ട് വീണൊരു ഫീൽ എല്ലാ ബ്രൈഡ്സിനും ഉണ്ടാവും. പിന്നെ 2ാമത് കണ്ണിൽ വെച്ചപ്പോൾ അതങ്ങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐ മേക്കപ്പും അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഐലാഷ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്ന ബ്രൈഡ്സിൻ്റെ അടുത്ത് ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ നേരത്തെ സെറ്റാക്കി വെക്കാറുണ്ട്. ഇത് പെട്ടെന്ന് വന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ ഏത് വേണമെന്നൊന്ന് ചൂസ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ പിക്ക് അയച്ചു തന്നപ്പോൾ എപ്പോഴും ഈ ഒരു ബ്രൈഡ് നമുക്ക് എപ്പോഴും സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് കൂടുതലും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. മാത്രമല്ല ഈ ഫേസിന് അതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതും. ഫേസിലൊക്കെ നല്ല ആക്നി ഇഷ്യൂസും അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു പോയ പാടുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കവർ ചെയ്ത് കൺസീൽ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സ്റ്റൻഷൻ വന്നിട്ടും ഓൾറെഡി ഇത് യൂസ്ഡ് ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ആയിരുന്നു. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്, നമ്മൾ കൊണ്ടുവന്നതല്ല, ഓൾറെഡി ബ്രൈഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എക്സ്റ്റൻഷനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ എല്ലാ ബ്രൈഡ്സിനും തട്ടമിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്റ്റൂളിലും എല്ലാം കയറി നിന്നിട്ടായിരിക്കും. കാരണം എന്നേക്കാളും ഹൈറ്റ് എന്തായാലും ബ്രൈഡ്സിന് ഉണ്ടാകും. ഇവരൊക്കെ എൻ്റെ മൂത്തതാണ് ഗൈസ്, അപ്പോൾ ഞാൻ ഇവരെക്കാട്ടിലും ചെറുതാണല്ലോ. അങ്ങനെ നമ്മുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ എൻ്റെ ഫോട്ടോ സെക്ഷനാണ്. പിന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് അതിന് ഒരു അരമണിക്കൂർ ഞാൻ അങ്ങ് എടുക്കും. കാരണം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് നല്ലത് കിട്ടണം. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. നമ്മളെല്ലാ ബ്രൈഡ്സിനോടും ചോദിക്കാറുള്ളതാണ് നമ്മളെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ നമ്മുടെ വർക്ക് കണ്ടിട്ടാണ്. അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ സിസ്റ്ററിലും നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. നമ്മുടെ വർക്കൊക്കെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ലഞ്ച് ബോക്സും വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. നമ്മളപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ബ്രൈഡിൻ്റെ വീട്ടിൽ വെച്ചല്ലായിരുന്നു, നെയ്ബറിൻ്റെ വീട്ടിൽ ചെന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ആൻറ്റിയുടെ ക്രാഫ്റ്റ് വർക്കാണ് ഇതെല്ലാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ഈ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ പെയിൻറ്റ് ചെയ്തത് ഭയങ്കര എഫേർട്ടിട്ട് എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെയൊക്കെ നിന്നങ്ങ് കറങ്ങി. പിന്നെയും നമ്മുടെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങിയിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബ്രൈഡിനെ റെസ്റ്റ് ചെയ്യാനുള്ള സമയം അങ്ങ് കൊടുത്തു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ നല്ല ഇടിയപ്പവും അതുപോലെ തന്നെ മട്ടൻ കറിയും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അപ്പോൾ ബ്രൈഡ് ഫാത്തിമയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇഷ്ടമായെന്നുള്ളത് എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത വർക്കിൻ്റെ സ്ഥലത്തോട്ട് പോവാണ്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം വന്നിട്ട് ഇനി നമ്മൾ കൊല്ലമല്ലേ പോകുന്നത്, കൊല്ലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരാൾ എന്തേ വയ്യ, തലപൊക്കാൻ വയ്യ. ഇന്നലെ രാത്രി ഫുൾ കേക്കിൻ്റെ ക്രിസ്മസ് ടൈം ആണല്ലോ, കേക്കിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് രാത്രി പാതിരാത്രി ഒന്ന് കിടന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് നമുക്ക് വർക്കിന് പോകാനുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചെണ്ണീപ്പിച്ച് വന്നതാണ്. ഇതേ 2 പേരെയും. വാപ്പി പിന്നെ വണ്ടി ഓടിച്ചേ പറ്റും. ഉമ്മച്ചി കിടന്ന് ഉറങ്ങിയില്ല, അണഞ്ഞ് വയ്യ. ഇനി അടുത്തൊരു സ്ഥലത്ത് പോയി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഓണായിട്ടിരുന്നേ പറ്റൂ. കഷ്ടം തോന്നുന്നുണ്ട്, ദ്രോഹം കാണിക്കുന്നെങ്കിലും എൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടി. നല്ല പോലെ വർക്കൊക്കെ ചെയ്തു, അടിപൊളിയായിരുന്നു. അവിടെ എല്ലാവർക്കും എന്നെ നല്ല പോലെ അറിയാം, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം, ബാക്കി വിശേഷം കാണിക്കാം. ഗൈസ്, ഇപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് വഴിയിലൂടെയാണ്. ഇത് ഈ സൈഡിലല്ല, പോയോ, അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കോളേജ് ഞാൻ കാണിച്ചു തരാം. അതാ നോക്കൂ, അതേ ഈ കാണുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് എൻ്റെ കോളേജ്.
ഇനിയിപ്പോൾ 10 ദിവസം വെക്കേഷൻ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് വെക്കേഷനൊക്കെ അങ്ങ് പോകും. എന്തായാലും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. അത് വേറെ കാര്യം. അല്ലെങ്കിൽ മര്യാദക്ക് ക്ലാസ്സിൽ വെച്ചാൽ ഞാൻ പോകത്തില്ല. അപ്പം പിന്നെ വെക്കേഷൻ ഫുള്ള് തീർക്കാതെ ഞാൻ പോകത്തില്ല. ഇനി അപ്പോൾ നമ്മൾ പോവാ ഗൈസ്. ചേട്ടാ 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 നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ ഈ പരിപാടിക്ക് എടുക്കാൻ വേണ്ട. ഇത് തേങ്ങ തന്നെ. കുഴപ്പമില്ല. അപ്പൊ അടുത്തതേ ഇത് കുഴപ്പമില്ല. എനിക്കെല്ലാം വേണം. എനിക്ക് അറിയുന്നത് ഇങ്ങനെ മുണ്ടുവാ. എന്റെ മെയിനൊരു സ്വഭാവ കയ്യിലെല്ലാം വെച്ചിട്ട് ആസ്വദിച്ച് കഴിക്കണം. വണ്ടി എടു, ഞാൻ വണ്ടി ഇരുന്ന് കഴിച്ചോണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഒരു ബഹളം എന്ന് പറയുന്നത് ഒരു കരിക്ക് കുടിക്കുന്നതിൻ്റെ ആണ്. എനിക്ക് കരിക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഉമ്മച്ചി വാങ്ങിച്ചാലും മാപ്പി വാങ്ങിച്ചാലും അവരുടെയും കൂടെ എനിക്ക് വേണം, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. എങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു മൂഡ് വരുത്തുള്ളൂ. മീൻസ് അല്ലെങ്കിൽ ഉറക്കക്ഷീണമായിരിക്കും. അങ്ങനെ നല്ലപോലെ ഉറങ്ങി നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയപ്പം അരികുത്ത് കല്യാണം ഈ ഒരു ചടങ്ങുണ്ട്. അത് ജസ്റ്റ് അവരെല്ലാവരും കസിൻസൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അവരുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. നമ്മളൊരു 12:45 1 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. നമുക്ക് ടോട്ടൽ 3 മണിക്കൂർ, കറക്റ്റ് 3 മണിക്കൂർ നമുക്ക് എന്തായാലും ഈ ഒരു മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ, ഡ്രസ്സപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിനൊക്കെ എത്തി. ഇതാണ് അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഹംന മെഹന്തി നൈറ്റ് മേക്ക് ഓവർ ലുക്കാണ് ചെയ്ത് കൊടുക്കുന്നതും. ഗ്ലാസ് സ്കിന്നിന് പറ്റിയ ഒരു സ്കിൻ ടോൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തലേന്ന് ഒരു ഗ്ലാസ് സ്കിന്നും പിന്നെ വെഡ്ഡിങ്ങിന് HD വിത്ത് ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് ചെയ്യാൻ ഉദ്ദേശിച്ചതും. സ്പെക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അതൊക്കെ കവറപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈൽ വന്നിട്ട് ബ്രൈഡിൻ്റെ കസിൻ്റെ കല്യാണത്തിന് ചെയ്തിരുന്ന ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് അതൊരു ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു റെഫറൻസ് ആയിട്ട്. അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എപ്പോഴും മെഹന്തിക്ക് ഹെയർ അഴിച്ചിട്ട് ആ ഒരു രീതിക്കല്ലേ ഇത്തവണ നമ്മൾ ബ്രൈഡ് ചെയ്ത് കൊടുക്കാൻ കരുതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നി. മാത്രമല്ല ഞാനും ഫസ്റ്റ് ടൈമാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇതുവരെയുള്ള ബ്രൈഡ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളോട് ലെൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലെൻസ് വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബ്രൈഡിൻ്റെ ഉമ്മയുടെ സിസ്റ്റർ വഴിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് എന്നെ ചൂസ് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മെഹന്തി മേക്ക് ഓവറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി തന്നെ നമുക്ക് ഈ ഒരു ബ്രൈഡിന് ആവശ്യമുള്ള എക്സ്റ്റൻഷൻ ഹെയർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി. അതിൻ്റെ കൂടെ തന്നെ ജനുവരിയിലേക്കുള്ള എനിക്ക് കുറച്ച് ലാഷസ്, ലെൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതും കുറച്ച് അവിടെ നിന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നല്ല സുഖമായിട്ടൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഈ ഒരു ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോറിൽ ചെന്നിട്ട് നമ്മൾക്ക് വാൾപേപ്പർ നോക്കാനുണ്ടായിരുന്നു. നമ്മുടെ കിച്ചൺ വന്നിട്ട് ഫുള്ള് നമ്മളൊന്ന് സെറ്റാക്കി റീഅറേഞ്ച് ചെയ്ത് പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വാളിൽ ഒട്ടിക്കാനായിട്ട് ഈ ഒരു സ്റ്റിക്കറും കൂടെ നോക്കാൻ വേണ്ടി നമ്മൾ വാൾപേപ്പർ നോക്കാൻ വേണ്ടി കയറി. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇനി ചായ കുടിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ നല്ലൊരു കട്ട്ലറ്റും ഉഴുന്നുവടയും എന്തൊക്കെയാണ് കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പുനലൂർ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാനുണ്ട്. കാരണം രാത്രി തന്നെ നമുക്കൊരു ഹാൻഡ് ബൊക്കെയും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് മിനി ഹാമ്പറും സെറ്റാക്കാനുണ്ട്. പിന്നെ ഉമ്മച്ചിക്ക് കുറേ കേക്കിൻ്റെ വർക്ക്സ് ചെയ്ത് തീർക്കാനുണ്ട്. കാരണം രാവിലെ വെഡ്ഡിങ്ങിന് പോകുന്നതിന് മുന്നേ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റൂ. അങ്ങനെ നമ്മൾ ഹാമ്പേഴ്സ് എല്ലാം സെറ്റാക്കി ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്ലവേഴ്സൊക്കെ നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന സെക്ഷനായിരുന്നു. ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഒരു ഊപ്പാട് വന്നു ഗൈസ്. കാരണം രാവിലെ തൊട്ട് ഓട്ടമാണ്. അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. നേരെ ചെന്ന് കിടന്നുറങ്ങായിരുന്നു. പിന്നെ രാവിലെ ഈ ഒരു വെഡ്ഡിങ് വർക്ക് ചെയ്യാൻ നേരമാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.